ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പ് നൽകിയതായി ഇടത് വലത് എംപിമാർ. അതേസമയം കേരളത്തിൽ 2022 കന്യാസ്ത്രീകൾക്കെതിരെ സമാനമായ കേസെടുത്തതുമായി ബന്ധപ്പെട്ട ജനം ടിവിയുടെ ചോദ്യത്തോട് എ റഹീം എംപി ഉൾപ്പെടെയുള്ള ഇടത് എംപിമാർ ക്ഷുഭിതരായി. ആദ്യം നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും കേസ് ചൂണ്ടിക്കാട്ടിയതോടെ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ എംപിമാർ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായും ഉടൻ തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എംപിമാർ പറഞ്ഞു. സജീവമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷാ യോഗത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ച് അവരെ ജയിൽ വിമോചിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും. 2021 ഛത്തീസ്ഗഡിൽ തന്നെ കോൺഗ്രസ് ഭരണത്തിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ UDF എംപിമാർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം 2022 കേരളത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്തിന് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് ജനം ടിവിയുടെ ചോദ്യത്തിനോട് ക്ഷുഭിതനായാണ് എ റഹീം ഉൾപ്പെടെയുള്ള ഇടത് എംപിമാർ പ്രതികരിച്ചത്. ആദ്യം ചോദ്യം തെറ്റാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും കേസ് ചൂണ്ടിക്കാട്ടിയതോടെ വ്യക്തമായ ഉത്തരം നൽകാതെ ഇടത് എംപിമാർ ഒഴിഞ്ഞുമാറി. കേരളത്തിന് സമാനമല്ലാന്ന് വസ്തുതാവിരുദ്ധമായ ആരെ ജയിലിലിട്ടു സർവ്വദേശീയവുമായ ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു. അവരെല്ലാം ഈ കേസിൽ നിന്ന് ഈ സഹോദരിമാർ ഇപ്പൊ പുറത്ത് കിടക്കട്ടെ എന്നുള്ളതാണ്. അതിനിടയിൽ നിങ്ങൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിന്റെ കമ്പരുന്ന അത് നമുക്ക് ഒരൊറ്റ കാര്യം അങ്ങയുടെ ചാനൽ ആ ചോദ്യം ശരിയല്ല. നിങ്ങൾക്ക് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ പറ്റൂ. സ്വന്തം സംസ്ഥാനത്ത് നടന്ന സംഭവങ്ങളിൽ പ്രതികരണമില്ലേ എന്ന ചോദ്യമാണ് ഇടത് എംപിമാരെ ക്ഷുഭിതരാക്കിയത്. ജനം, ഡൽഹി.